ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൂണ് പറിക്കാൻ പോകാം. മഷ്റൂം. അപ്പം ഞങ്ങളുടെ തോട്ടത്തിൽ, ഞങ്ങളുടെ തോട്ടമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അക്കരലത്തെ തോട്ടത്തിലൊക്കെ കൂണ് ഉണ്ടാവും. അപ്പം മിക്കവാറും ഡെയിലിയൊക്കെ കൂണ് കിട്ടും കേട്ടോ. നല്ല കൂണ്. ഈ എന്തുവാ, നമ്മൾ നാച്ചുറലായിട്ടുണ്ടാകുന്ന കൂണ്. അത് ഈ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, കൂണൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റുള്ള കൂണാണ്. ഈ കൂണുണ്ടായി കഴിയുമ്പം കൂണിൻ്റെ മണം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പറിക്കുന്നതാണ്. കൂണ് നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പറിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കുറേ കൂണുണ്ട്. ഇവിടെ മിക്കവാറും കൂണുണ്ടാകും കേട്ടോ. ഇവിടെ തന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യം കൂണ് കിട്ടി. കുറേ കൂണ് കിട്ടി. നല്ല കൂണ്. അത് ഉണ്ടായിക്കഴിഞ്ഞ് അത് അന്നേരം അത് പറിച്ചെടുക്കണം. അത് കുറേ നേരം അവിടെ നിന്ന് അത് പുഴുവാകും. പക്ഷെ അന്നേരം നല്ല കൂണാണ് അത് കിട്ടും. അത് നല്ല ഫ്രഷ് കൂണാണ് കേട്ടോ. അതിനകത്ത് ഒരു ശകലമൊന്നുമില്ല. പിന്നെ നല്ലതായിട്ട് കൊണ്ട് കഴുകി എടുക്കണം. അവിടെ എല്ലാം ഉണ്ടാകാറുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും കൂണ് കിട്ടും കേട്ടോ. കുറേ കൂണ് കിട്ടും. ഒന്നീ അത് മെഴുകുവരട്ടി വെക്കും, അല്ലെ കറി വെക്കും. നല്ലതായിട്ട് വറുത്തരച്ച് കറി വെക്കണം. നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് കൂണ് കറി വെച്ചാൽ. ഇപ്പം ഇന്ന് കുറേ കൂണ് കിട്ടി. അത് വൃത്തിയാക്കിയിട്ട് കൂണും ഉള്ളിയും പച്ചവെള്ളം കൂടെ അടുപ്പ് വെച്ച് വേവിച്ചിട്ട് തേങ്ങ വറുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് വറുത്ത് അരച്ച് അതിനകത്തിലോട്ട് ചേർക്കുക. കുറച്ച് ഉപ്പ് ഇടുക. നല്ല വറുത്തരച്ച് കറി വെക്കുക. തേങ്ങ നല്ലതായിട്ട് വറുത്തരച്ച് നമ്മൾ അരച്ചെടുക്കുമ്പോഴേ ഈ വെളിച്ചെണ്ണ തെളിയുന്ന നല്ലതായിട്ട് അങ്ങനെ അരച്ചെടുക്കണം തേങ്ങ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എല്ലാവരും. കൂണ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കൂണ് കിട്ടുന്നവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്ന് കൂണ് കറി വെച്ചു.